മുകളിൽ നിന്നും വെള്ളം. അയില കറി ഒക്കെ എന്താ വെച്ചാൽ ചെയ്തോളി കേട്ടോ, വർക്ക് എന്താ വെച്ചാൽ ചെയ്തോളി. അല്ല ഈ ചാക്ക് എന്തിനാന്ന് പറഞ്ഞ? ഈ ചാക്കോ കുട്ടമാഷ വീടാല്ലേ അത് ചേച്ചിയാണത്. ചാക്ക് എന്തിനാന്ന് പറഞ്ഞ? ചാക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വരും. തറ ഒന്നും ഉയരല്ലല്ലോ, മേലെന്ന് വെള്ളം വരും. ഇതൊക്കെ പൊട്ടിയ സാധനങ്ങൾ വെച്ചതാ. ഈ മേലെ വെച്ചിട്ട് നോക്കാം. ഓരോരോ ഒരു വീട്ടിൽ നിന്ന് പഴയത് തന്നതാ, അതുകൊണ്ട് പൊട്ടിയത് വെച്ചതാ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വരും. അപ്പൊ ഞാൻ പായിട്ട് കിടക്കുമ്പോൾ എന്താ മതി, കുട ചൂടിയിരിക്കുക. അത് ഇത് ഉടക്കി വെച്ചിട്ട് കുട ചൂടിയിരിക്കും ഇതിൻ്റെ ഉള്ളിലോ. രാത്രി മഴ പെയ്യുമ്പോൾ അല്ലേ? ഞങ്ങൾ മൂന്നാളും അങ്ങനെ തന്നെ ചെയ്യാം. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം വരിക. പിന്നെ ഈ ചുമരുകളൊന്നുമില്ലല്ലോ മേലെ. ഈ ചുമരുകളില്ലാത്തത് കാരണം ഊത്താലടിച്ച് ആ മഴവെള്ളം അങ്ങനെ. ഒന്നാമത് ഈ ശേഷി കെട്ട കാലല്ലേ, ഈ കാലിങ്ങനെ വില്ല് പോലെ ഇങ്ങനെ വളയും. അപ്പോൾ ഈ തീയത്ത് കത്തിച്ചിട്ട്, ഈ അടുപ്പിൽ കത്തിച്ചിട്ട് കണ്ടോ, ആ അടുപ്പിൽ കത്തിച്ചിട്ട് പിന്നെന്താണ് ഈ ഓലക്കൊടി ഇട്ട് കത്തിച്ചിട്ട് നമ്മളെ തുണി ഉണ്ടല്ലോ, ആ തുണി കൊണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നേരം വെളുപ്പിക്കുക. ഇങ്ങനെ എത്ര കാലമായി ജീവിക്കണം. ഇങ്ങനെ 25 കൊല്ലമായില്ലേ ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. മനസ്സുകൊണ്ട് സുഖമല്ല, ശരീരം കൊണ്ടും സുഖമല്ല. എല്ലാവരും ചെയ്യണ പോലെ ഒരു തൊഴിലെടുക്കാൻ കഴിയില്ല. ഒരു കലാകാരനാണ് ആ മനുഷ്യൻ. ഒരു കൊറോണ വന്നതോടുകൂടെ ആ കലാകാര ജീവിതം പോയി. ഒരു കൂലിപ്പണി ഇന്ന് ഈ നാട്ടിലില്ല. നിങ്ങളെല്ലാരും ഈ റൂമിലടക്കാൻ കിടക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്ത്രീയല്ലേ, എനിക്കൊരു വസ്ത്രം മാറാൻ പറ്റില്ല. ഈ ഒരൊറ്റ മുറിയല്ലേ ഇവിടെ ഉള്ളൂ. ആ മുറി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വെച്ചുണ്ടാക്കുന്ന സ്ഥലമല്ലേ. അപ്പം ഒക്കെ ഒന്ന് മാറി നിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റാനോ ഇരിക്കാനോ വേണ്ടിയിട്ട് ഒരാൾ സഹായിച്ചു തന്നതാണ് ഈ ഒരു ഒറ്റമുറി. ഇത് ശരിക്കൊരു ആൾ വന്ന് പടുത്തതോ ഇരുന്നതൊന്നും അല്ല. കണ്ടില്ല, അതിൻ്റെ പടവും കാര്യമൊക്കെ പുറത്തുനിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂപ്പരുമ്പാടെ കൂടിയിട്ട് ചെയ്തതാണ് കുട്ടമാഷോ. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ഞാൻ മാറ്റിയിരിക്കും ചെയ്യുക. പിന്നെ ഉള്ളതാണ് ഇപ്പോൾ ഈ ഒരു റൂമുകൾ. ഇതിലിവിടെ എവിടെയാണ് കിടക്കണ്ടേന്നോ എവിടെ ഇരിക്കണ്ടേന്നോ അറിയില്ല. മഴ പെയ്ത അങ്ങനെയാണ്. പിന്നെ എവിടേക്കാ ഇപ്പം ഞങ്ങൾ ഈ ദീനത്തിന് വേണ്ടി 25 കൊല്ലമായി ചികിത്സ തുടങ്ങിയിട്ട്. ഞാൻ അരക്കിനെ കീഴ്പ്പെട്ട് 3 വർഷമായി കിടക്കണം. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ നീച്ചതാ, എന്നെ നീപ്പിച്ചതാ. അതിനൊക്കെ പൈസയാണ്, കടം വാങ്ങിയിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. അതെ, അതേപോലെയായിരുന്നു എൻ്റെ അമ്മ. ചേച്ചി മരിച്ചോടുന്ന് നിങ്ങളുടെ അമ്മ സുഖമില്ലാത്തൊരാളായി. അങ്ങനെ ഒരു ഭാഗത്ത് അമ്മയും ഒരു ഭാഗത്ത് പച്ചക്കറി ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല. കറി വെച്ചോളൂ കേട്ടോ. ഉണ്ടോ ഇവിടെ ഒന്നും ഒരു സാധനമല്ല കുട്ടിയോ. ഉണ്ടോ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വയ്ക്കില്ല. അവർ വേവിച്ച് തന്നെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. കാരണം എനിക്ക് വയ്യ, ഭക്ഷണം ഉണ്ടാക്കാൻ വയ്ക്കണ്ടേ. അവരവർക്ക് ചെയ്യാൻ കഴിയണ്ടേ. ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സാറില്ല, ഞാൻ ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ചോട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം കിട്ടുമോ. ഇതൊക്കെയാണ് അവസ്ഥ. കുട്ടമാഷയുടെ വീടാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതാണ്. ഇതാണ് ലത ചേച്ചി. ഇതൊരു റൂം ഇവിടെ ഉള്ളത്. പിന്നെ ഒരു അടുക്കളേൻ്റെ അപ്പുറത്തെ റൂമിലാണ് കിടക്കണത്. അതാണെങ്കിൽ ചോര മഴ പെയ്ത ഒരു കുട നിവർത്തിയിട്ട് അത്ര ഇരിക്കണത്. അടിയിൽ നിന്നും വെള്ളം വരും. അപ്പോൾ ആരോ ചാക്കൊക്കെ കൊടുത്തിട്ട് ചാക്കൊക്കെ ഇട്ടിട്ട് ചാക്കൊക്കെ വിരിച്ചിട്ട് കിടക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കണ്ടോ പ്ലാസ്റ്റിക്കുകൾ കുത്തി കൊടുക്കുന്നുണ്ടോ. ഉണ്ടല്ലേ, കോല് വെച്ച് പ്ലാസ്റ്റിക് വെച്ചിട്ട് ചോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഫുള്ള് വെള്ളം വരും ഇത്ര. എന്നാലും ഇതുണ്ടോ, ഇതൊക്കെ ഗ്യാപ്പുകളാ. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. ടാർപ്പായി ഇട്ടിട്ടുണ്ടല്ലേ. അതിൻ്റെ മുകളിൽ ടാർപ്പായ ഇട്ടിട്ടും കാര്യമില്ല.
ആ വെള്ളമൊക്കെ ഉള്ളിലേക്കാണ് വരണത്. കാരണം ഇതിനൊക്കെ ഓട്ടയാണ് കുട്ടിയെ, കണ്ടില്ലേ? ഇതൊക്കെ ഓട്ടയാണ്, ഉണ്ടോ? ഇതൊക്കെ നിറച്ച് ഓട്ടയാണ്. ഈ ഓട്ടയിൽ കൂടെ ഒക്കെ ഇതൊക്കെ വെള്ളം വീഴുന്ന സ്ഥലങ്ങളാണ്, ഉണ്ടോ? വെള്ളം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീണിട്ട് പൊളിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഒന്നായിട്ട് ഒന്നായിട്ട് പൊളിഞ്ഞ് വന്നതാണ്. അങ്ങനെ പൊളിഞ്ഞ് വരികയാണ് എല്ലാ ഭാഗങ്ങളും, ഉണ്ടോ? വെള്ളം ചാടിയിട്ട് പൊളിഞ്ഞ് വരിക. അതേപോലെ അവിടെ പൊളിഞ്ഞ് ചാടാറായിരുന്നു കൊലയിൽ പൊളിഞ്ഞ് ചാടാറായിട്ട് കാണിച്ചിരുന്നിട്ട് കോലായിന്നല്ല അടുക്കളൊക്കെ പൊളിഞ്ഞാടാൻ. അടുക്കളല്ലേ? അതാ ഇത് മഴവെള്ളം ചാടിയിട്ട് പൊളിഞ്ഞ് ചാടാറായതാണ്. ഇതൊക്കെ ഇങ്ങനെ കുതിർന്ന് നിൽക്കും. എപ്പോഴാണ് നമ്മൾ മരിക്കുന്ന പോലെ അറിയാം. ഇതൊക്കെയാണ് അവസ്ഥ സുഹൃത്തുക്കളെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഈ വാദവും ഒന്നാമത്, മാനസികപരമായ അസുഖം ഒന്നാമത്. ആരും ഒരു സഹായത്തിനില്ല. അച്ഛനില്ല, അമ്മല്ല, കുടുംബമല്ല. ഒരു അനാഥ പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു. അയാളെന്ന് ഈ ജീവനോടെന്നെ നിർത്തി, ഇല്ലെങ്കിൽ ഞാൻ എന്നോ മരിച്ചു പോയിരുന്നു. അത്രയും വയ്യാത്തൊരവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഈ കരകയറ്റിയത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഒന്ന് സംസാരിക്കട്ടെ. രക്ഷിക്കണം മുനിയ, അല്ലാതെ മറ്റാരോടൊക്കെ പറയാനില്ല. എൻ്റെ കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്. അതിനൊരു വിവരം കാര്യങ്ങളോ ആയിട്ടില്ല. ആരോടാ ഞാൻ പറയാം? എൻ്റെ ഈ നാട് മാത്രമേ കയറുള്ളൂ. ഈ നാട് പിന്നെ കൈവിട്ടാൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? എനിക്ക് പിന്നെ ആരാടുള്ളത്? സാറില്ല കരയൊന്നും ചെയ്യണ്ട, കരയൊന്നും ചെയ്യരുതേ. സാറില്ല ഞാൻ വരാൻ സംസാരിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഒരവസ്ഥ. ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലേ മീൻ ഇന്ന് എടുത്തിട്ടില്ലെന്നോ. അയൽവാസിയാണ് ഇവരൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ കഴിഞ്ഞ ഉടനെ തോന്നുന്നുണ്ട്.